ഹായ് കൂട്ടുകാരെ, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങളെവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. കൂട്ടുകാരെ, ഞാനിന്നൊരു റൈസ് ഡിഷാണ് ഇവിടെ കാണിക്കുന്നത്. മന്തി റൈസ് എന്നോ അല്ലെങ്കിൽ കപ്സ റൈസ് എന്നൊക്കെ പറയൂലേ, ഏകദേശം അതേ സ്റ്റൈലിൽ തന്നെ ഒന്ന് വെച്ച് നോക്കിയതാണ്. ഫുൾ കോഴിയാണ് അങ്ങനെ എടുത്തേക്കുന്നത്. അപ്പൊ അതൊന്ന് ആദ്യം മാരിനേറ്റ് ചെയ്യണേ. അതിനുവേണ്ടി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 6 അല്ലി വെളുത്തുള്ളിയും, അതുപോലെ തന്നെ കുറച്ച് കുരുമുളക് പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, അതുപോലെ തന്നെ 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ കുറച്ച് കാശ്മീരി ചില്ലി പൗഡറും കൂടി എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ, ഇതൊന്ന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഓയിലും കൂടി ഒഴിച്ചിട്ട് അത് നല്ലവണ്ണം ഒന്ന് അരച്ചങ്ങോട്ട് എടുക്കണേ. നല്ല ഫൈനായിട്ട് തന്നെ അതൊന്ന് അരച്ചങ്ങോട്ട് എടുത്തിട്ട് അത് എടുത്ത ആ കോഴിയിലേക്ക് ഞാനൊന്ന് പുരട്ടി അങ്ങോട്ട് കൊടുത്തു. നല്ലവണ്ണം അങ്ങോട്ട് തേച്ചങ്ങോട്ട് പിടിപ്പിച്ച്. അപ്പൊ ഫുൾ കോഴി ആയതുകൊണ്ട് തന്നെ കുറച്ച് വരഞ്ഞിട്ടൊക്കെ ഉണ്ട്. അപ്പൊ അതിലേക്കൊക്കെ ഒന്ന് നല്ലവണ്ണം ഈ മസാല അങ്ങോട്ട് തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു മണിക്കൂറോളം ഞാനത് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. 1 മണിക്കൂറോളം കഴിഞ്ഞപ്പോഴേക്ക് ആ റെസ്റ്റ് ചെയ്യാൻ വെച്ച അതേ പാത്രത്തിൽ തന്നെ ഞാൻ 2 സവാളയും അതുപോലെ തന്നെ 2 തക്കാളിയും കൂടി കട്ട് ചെയ്ത് അതിലേക്ക് ചേർത്തിട്ട് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചിട്ട് അതൊന്ന് നല്ലവണ്ണം അങ്ങോട്ട് വേവിക്കാനായിട്ട് വെച്ചേ. മസാല അരച്ചെടുക്കുമ്പോഴോ ചേർത്ത എണ്ണ മാത്രമാണ് ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുള്ളൂ. ആ സവാളയും അതുപോലെ തന്നെ തക്കാളിയൊക്കെ കട്ട് ചെയ്തിട്ട് അത് നല്ലവണ്ണം അങ്ങോട്ട് അടച്ചു വെച്ചൊന്ന് വേവിച്ചു. ഒരു 10 മിനിറ്റോളം കഴിഞ്ഞപ്പോഴേ ഏകദേശം ഒരു സൈഡ് റെഡി ആയിട്ട് അങ്ങോട്ടൊന്ന് വന്നിട്ടുണ്ട്. പിന്നെ ഒന്ന് തിരിച്ചും കൂടി ഇട്ടിട്ട് അതൊന്ന് വേവിച്ചെടുക്കണേ. അപ്പൊ 2 സൈഡും ഒരേപോലെ വെന്ത് കിട്ടണമല്ലോ. ഒന്ന് തിരിച്ചും കൂടി ഇട്ടിട്ട് അതും കൂടി ഒന്ന് അടച്ചു വെച്ച് ഒന്നും കൂടി അങ്ങോട്ടൊന്ന് വേവിക്കാനായിട്ട് പിന്നെയും വെച്ചു. ചിക്കൻ നല്ല അടിപൊളിയായിട്ട് അങ്ങോട്ട് വെന്ത് റെഡി ആയിട്ട് അങ്ങോട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനിയിപ്പോ റൈസ് വേവിച്ചെടുക്കണേ. അപ്പൊ ഞാൻ ഇതിനെടുക്കുന്നത് ജീര റൈസ് ആണ്. ശരിക്കും മന്തി അല്ലെങ്കിൽ അതുപോലെ തന്നെ കപ്സ റൈസ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ ബസ്മതി റൈസ് ആണ് യൂസ് ചെയ്യാറ്. ഞാൻ ഈ ചിക്കൻ വേവിച്ചില്ലേ, അതേ പാത്രത്തിലും അതേ മസാലയിലും തന്നെയാണ് ഈ അരി ഒന്ന് വേവിച്ചെടുക്കുന്നത്. അപ്പൊ ആ മസാലയിലേക്ക് കുറച്ചും കൂടി വെള്ളം, അരി വേവാനായിട്ട് കുറച്ചും കൂടി വെള്ളം അങ്ങോട്ട് ചേർത്ത് കൊടുത്തു. പിന്നെ കുറച്ച് ടൊമാറ്റോ സോസ് ഇട്ടു. പിന്നെ കുറച്ച് ഗരം മസാല അതും കൂടി അങ്ങോട്ട് ചേർത്തിട്ട് നല്ലവണ്ണം അങ്ങോട്ട് തിളച്ചു വന്നപ്പോഴേക്കും ഞാൻ അതിലേക്ക് അരി ഏകദേശം ഒരു അരമണിക്കൂറോളം കുതിർത്തി കഴുകി റെഡിയാക്കി അങ്ങോട്ട് വെച്ചതാണ്. ഇത് തിളച്ചങ്ങോട്ട് വന്നപ്പോഴേക്കും ആ അരി അങ്ങോട്ട് ഇട്ട് കൊടുത്തു. എന്നിട്ട് നല്ലവണ്ണം അങ്ങോട്ടൊന്ന് മിക്സ് ചെയ്തിട്ടേ അത് അടച്ചു വെച്ചിട്ട് അത് തിളച്ച് വന്നവരെ ഒന്ന് അടച്ചു വെച്ചൊന്ന് വേവിച്ചു. അപ്പൊ നല്ലവണ്ണം അങ്ങോട്ട് തിളച്ച് വന്നപ്പോഴേക്കും ഞാൻ ആ തീ ഓഫ് ചെയ്തിട്ടേ കുറച്ചു നേരം അത് അങ്ങനെ തന്നെ വെച്ചു അടച്ചിട്ടേ. അരി ഏകദേശം ഒരു 90% അതങ്ങോട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്, വെന്ത് അങ്ങോട്ട് റെഡി ആയിട്ട് അങ്ങോട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോ ഇതൊന്ന് കുറച്ച് നേരം അങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ആവും. അതിന്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റി അതൊന്ന് റെഡി ആയിക്കോളൂ. അതിന്റെ ആ വെള്ളമൊക്കെ അങ്ങോട്ട് കറക്റ്റ് ആയിട്ട് വറ്റി റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ അത് എന്ത് ചെയ്തു, അതൊന്ന് ചോറൊന്ന് 2 സൈഡിലേക്ക് അങ്ങോട്ടൊന്ന് മാറ്റിയിട്ട് ആ ചിക്കൻ അങ്ങോട്ട് എടുത്തിട്ട് നടുക്ക് അങ്ങോട്ട് വെച്ചു. അതിന്റെ മധ്യഭാഗത്ത് അങ്ങോട്ട് വെച്ചിട്ട് ആ റൈസ് എടുത്ത് അങ്ങോട്ട് മൂടി അങ്ങോട്ട് വെച്ചു അതിലേക്ക്. അതിന് ഒരു ചെറിയ തീയിൽ ഒരു 10 മിനിറ്റ്, 5-10 മിനിറ്റ് ഒന്ന് ചൂടാക്കി എടുത്തു കഴിഞ്ഞാൽ നല്ല അടിപൊളി റൈസ് റെഡിയായി. തീ ഓഫ് ചെയ്താലേ ഒരു അരമണിക്കൂറോളം അതിന്റെ അടപ്പൊന്നും തുറക്കാണ്ട് അങ്ങനെ അങ്ങോട്ട് വെക്കണം. ഒരു ഏകദേശം ഒരു അരമണിക്കൂറൊക്കെ കഴിയുമ്പോൾ അങ്ങോട്ട് തുറന്നിട്ട് കുറച്ച് പച്ചമല്ലിയും അതുപോലെ തന്നെ ഇനി മുന്തിരിയോ അല്ലെങ്കിൽ കശുവണ്ടി എന്ത് വേണമെങ്കിലും അതിൽ ചേർത്ത് കൊടുക്കാം മുകളിലേക്ക്. നല്ല അടിപൊളി ഒരു റൈസ് ഡിഷ് റെഡിയായി. അപ്പൊ കൂട്ടുകാരെ, നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല അടിപൊളി ടേസ്റ്റ് ഉള്ളൊരു റൈസാണ്. വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ച് എളുപ്പത്തിൽ തന്നെ നമുക്കത് ചെയ്തെടുക്കാൻ പറ്റും. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാലേ ലൈക്ക് അടിക്കാനും അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.